ബീഹാറിൽ വോട്ടർ പട്ടികയിലെ മാറ്റം കടുത്ത ആശങ്കയിൽ രാജ്യം. വോട്ടർ പട്ടികയിലെ സമഗ്ര പരിഷ്കരണം വലിയ തോതിലുള്ള ആശങ്കകൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കടുത്ത പ്രതിഷേധങ്ങളും ഉയരുകയാണ് രാജ്യത്ത്. BJP സഖ്യത്തിൻ്റെ വിജയത്തിന് അനുകൂലമായ സാഹചര്യങ്ങൾക്ക് വഴി തുറക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസൂത്രിതമായി പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ നീക്കം എന്നാണ് വിമർശനം. അതിന് വ്യക്തമായ കാരണങ്ങളുമുണ്ട്. മഹാരാഷ്ട്രയിലെ വോട്ടർ പട്ടിക ക്രമക്കേടും അതുപോലെ തന്നെ അന്നത്തെ ദിവസം 5 മണിക്ക് ശേഷം നടന്ന വോട്ടിങ്ങിൽ രാഹുൽ ഗാന്ധി ഉയർത്തിയ സംശയങ്ങളുമടക്കം അവിടുത്തെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്ന ആവശ്യവുമൊക്കെ തള്ളിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നടപടികളുമൊക്കെ നിലനിൽക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിൽ പുതിയ നീക്കവുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്ത് വരുന്നത്. പൗരത്വ നിയമം നടപ്പിലാക്കുക അടക്കമുള്ള BJPക്ക് വേണ്ടിയുള്ള വഴിയൊരുക്കലാണ് ഈ വോട്ടർ പട്ടിക മാറ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് വ്യാപകമായ വിമർശനം ഉയരുന്നത്. അതായത് സമഗ്രമായ പരിഷ്കരണം എന്ന് പറയുന്നത് തീവ്രമായ പരിശോധന നടത്തി എല്ലാ സർട്ടിഫിക്കറ്റുമുള്ള ആളുകളെ മാത്രം വോട്ടർ പട്ടികയിൽ നിലനിർത്തുക എന്നതാണ് പ്രഖ്യാപിച്ചിരിക്കുന്ന നയം. ബീഹാർ പോലെ ഒരു സംസ്ഥാനത്ത് എത്ര ആളുകൾക്ക് എല്ലാ സർട്ടിഫിക്കറ്റുകളും ഉണ്ടാകും എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. കൃത്യമായി പറയാം, അങ്ങനെ ഒരു പൂർണ്ണ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക എന്നത് വിരളമായിരിക്കും. ലക്ഷക്കണക്കിന് ആളുകളെ വോട്ടർ പട്ടികയ്ക്ക് പുറത്തേക്ക് തള്ളിക്കളയാൻ കഴിയുന്ന വ്യവസ്ഥകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ ഉൾച്ചേർത്തിരിക്കുന്നു എന്നതാണ് ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് BJPയെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ ഒരു പോരാട്ടമാണ്. അവിടെ ജയത്തിനായുള്ള പല വഴികൾ അവർ സ്വീകരിക്കും എന്നതാണ് കഴിഞ്ഞ കാലങ്ങളായി അവർ നടത്തിയ വിവിധ ഇടപെടലുകളിൽ നിന്നും വ്യക്തമായിട്ടുള്ളത്. അതിനൊടുവിലാണ് BJPയുടെ നയങ്ങൾ നടപ്പിലാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഈ ഇടപെടലും. സത്യത്തിൽ നിഗൂഢതകളും ദുരൂഹതകളും ഒളിഞ്ഞിരിക്കുന്ന ഈ നീക്കങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിമർശനങ്ങൾക്കതീതമായി എന്ന അവസ്ഥയിലേക്ക് മാറുമ്പോൾ പൂർണ്ണമായി തന്നെ ഒരു സ്വേച്ഛാധിപത്യ പ്രവണത പ്രകടമാക്കുന്ന ഭരണകൂടത്തെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ചുകൊണ്ട് ഭരണകൂടം നടത്തുന്ന നീക്കങ്ങൾ കുറച്ച് വർഷങ്ങളായി ഇന്ത്യയെ പതുക്കെ വിഴുങ്ങുന്ന അവസ്ഥയാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവേചനങ്ങളെല്ലാം തന്നെ ഇതിന് ഉദാഹരണങ്ങളുമാണ്. പ്രത്യക്ഷത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്ന സംഹിതകളാണ് ഈ നീക്കത്തിൽ അടങ്ങിയിരിക്കുന്നത്. 2025 ജൂണിൽ അവസാനിച്ച ഒരു സർവേ 2025 തന്നെ ജനുവരിയിൽ തയ്യാറാക്കിയ വോട്ടേഴ്സ് ലിസ്റ്റ് ചില കൂട്ടിച്ചേർക്കൽ കൂടി നടത്തി പിന്നീട് വന്ന ആളുകളെ കൂടി കൂട്ടിച്ചേർത്ത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച വോട്ടർ പട്ടികയുമായി താരതമ്യം ചെയ്ത് കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പുവരുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ടായിരുന്നു. അത് അവസാനിച്ചത് ഏതാണ്ട് ഈ സമയങ്ങളിൽ തന്നെയാണ്. അങ്ങനെ ക്ലോസ് ചെയ്ത ഒരു കാര്യമാണ് പൊടുന്നനെ ജൂൺ 24 ഒരു ഉത്തരവിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഴിച്ചു പണിയുന്നത്. അവർ തന്നെ തുടങ്ങി പൂർത്തീകരിച്ച ഒരു മിഷനെ അവർ തന്നെ സംശയത്തോടെ കണ്ട് പൊളിച്ചു എന്നത് ഉയരുന്ന ചോദ്യമാണ്. അതായത് ആ ലിസ്റ്റിൽ അർഹരല്ലാത്തവരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന ആശങ്ക അവർക്കുണ്ടായി എന്നർത്ഥം. ജൂൺ 24 ആരംഭിച്ച് ജൂലൈ 25 അവസാനിക്കുന്ന ഒറ്റ മാസത്തെ കണക്കെടുപ്പ് 8 കോടിയോളം വരുന്ന വോട്ടർമാരുടെ മുഴുവൻ ഡീറ്റെയിൽസും എടുത്ത് ആ പ്രോസസ്സ് പൂർത്തീകരിക്കുക, അതും അതിസൂക്ഷ്മ പരിശോധന നടത്തി പിഴവുകളില്ലാതെ പൂർത്തീകരിക്കുക, ആ നടപടി എന്തിനാണെന്നതും ചോദ്യം ഉയരുകയാണ്. അതും തെരഞ്ഞെടുപ്പിന് 4 മാസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഇത്ര ധൃതിയിൽ ഇത് പൂർത്തീകരിക്കുമ്പോൾ ഇതിൽ ദുരൂഹത ഉയർന്നു വരിക എന്നത് സ്വാഭാവികം മാത്രം. സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന ഈ പരിപാടി 2003 ഏറ്റവും ഒടുവിലായി ഈ പ്രോസസ്സ് പൂർത്തീകരിച്ചത്. അപ്പോഴത് പൂർത്തീകരിച്ചത് 2 വർഷമെടുത്തിട്ടാണ്. ഇപ്പോഴോ വെറും 1 മാസം കൊണ്ടാണ് ഇത് പൂർത്തീകരിക്കുന്നത്. 11 ഡോക്യുമെൻ്റാണ് ഒരു വ്യക്തി ഈ നടപടിയിൽ പട്ടിക പൂർത്തിയാക്കാൻ സമർപ്പിക്കേണ്ടത്. ജനന സർട്ടിഫിക്കറ്റ് മുതലുള്ള ഡോക്യുമെൻറ്റ്സാണ് ആവശ്യമുള്ളത്. ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഒരു 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള എത്ര പേർക്ക് ജനന തീയതിയും ജനിച്ച സ്ഥലവും അടങ്ങുന്ന 11 ഡോക്യുമെൻറ്റ്സ് ഹാജരാക്കാൻ സാധിക്കും? അതും ബീഹാർ പോലുള്ള ഒരു സംസ്ഥാനത്ത് കഴിയുന്ന ദരിദ്രരായ ആളുകൾ തങ്ങളുടെ ജീവിതാവശ്യങ്ങൾക്കായി പല നാടുകളിൽ അലഞ്ഞ് ജോലി ചെയ്യുന്നവരാണ്.
അവർക്ക് ഈ സർട്ടിഫിക്കറ്റുകൾ എത്ര കണ്ട് ഹാജരാക്കാൻ സാധിക്കും? ഇനി ഇതില്ലാത്ത ആളുകളെ കടന്നുകയറ്റക്കാർ എന്ന് കണ്ട് അവരെ എന്തു ചെയ്യുമെന്ന ചോദ്യത്തിലേക്ക് എത്തുകയാണ് രാജ്യത്ത്. അസം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഇത് നടപ്പിലാക്കിയിട്ട് 19 ലക്ഷം പേരാണ് NRCക്ക് പുറത്തു നിൽക്കുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഈ നീക്കം സാങ്കേതികമായി തിരഞ്ഞെടുപ്പ് പ്രാതിനിധ്യ നിയമത്തിൽ തന്നെ ലംഘനമായിട്ട് വരെ വരുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഇതിനെ ഏറ്റവും ദുരൂഹമെന്നും അതീവ തീവ്ര സംശയത്തോടെ കാണുന്നത്. ഇനിയുള്ള തിരഞ്ഞെടുപ്പുകളിൽ രാജ്യമൊട്ടാകെ തന്നെ ഇത്തരം സമീപനങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ അടുത്ത വർഷം കേരളത്തിലും ബംഗാളിലും അടക്കം നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഇത് വളരെ രൂക്ഷമായി ബാധിക്കുമെന്നാണ് പഠനം പറയുന്നത്. ബംഗാൾ ഇപ്പോൾ തന്നെ ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നു കഴിഞ്ഞു. ഏതായാലും ഇത്തരം പുറമേ ജനാധിപത്യപരമെന്ന് തോന്നുന്ന എന്നാൽ ഇതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന തീവ്ര സ്വേച്ഛാധിപത്യ നീക്കം രാജ്യത്തിൻ്റെ ജനാധിപത്യ ധ്വംസനമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. എന്ത് വില കൊടുത്തും ഭരണകൂടത്തിൻ്റെ ഈ നീക്കത്തെ തടയിടുവാൻ പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടാവണമെന്ന ആഹ്വാനമാണ് വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നത്. അല്ലെങ്കിൽ ഇന്ത്യ എന്നത് സംഘപരിവാറിൻ്റെയും RSSൻ്റെയും രാജ്യമായി അധപ്പതിക്കുക തന്നെ ചെയ്യും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.